അനന്തുവേട്ടാ, നമ്മളെന്താ ഇവിടെ? സാധാരണ എന്തിനാ എല്ലാരും കോളേജിൽ വരുന്നത്? കോളേജിൽ വരുന്ന പഠിക്കാനാന്ന് എനിക്കറിയാം അനന്തുവേട്ടാ. പക്ഷെ നമ്മൾ എന്താ ഇവിടെ എന്നാ ചോദിച്ചത്. പഠിക്കാൻ തന്നെ, അല്ലാതെ എന്തിനാ? അനന്തുവേട്ടൻ എന്താ വീണ്ടും പഠിക്കാൻ പോവാണോ? ഉം ഞാനല്ല, നീ ജാനകിയാ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അനന്തുവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഞാൻ പഠിക്കാൻ പോവാണെന്നോ? വേണ്ട അനന്തുവേട്ടാ, എനിക്കിതൊന്നും പറ്റില്ല. വേണം ജാനകി, പഠിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതാ അതിന്റെ ശരി. താനെന്താ എന്നും അടുക്കളയിൽ കഴിയാൻ വേണ്ടി വന്നതാണോ? വീട്ടിലെ പണി ചെയ്യാൻ വേണ്ടി മാത്രമാണോ താൻ ജീവിക്കുന്നത്? തനിക്കും ആഗ്രഹമില്ലേ മറ്റുള്ളവരെ പോലെ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങണമെന്ന്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അനന്തുവേട്ടാ. പക്ഷേ ഞാനിതൊന്നും ആഗ്രഹിക്കാറില്ല. കാരണം എനിക്കതിനുള്ള അർഹതയൊന്നുമില്ല അനന്തുവേട്ടാ. അനന്തുവേട്ടൻ എന്നോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. അനന്തുവേട്ടനെങ്കിലും എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടല്ലോ, ഈ ഒരു സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ കൂടുതലൊന്നും എനിക്ക് വേണ്ട അനന്തുവേട്ടാ. ആഗ്രഹിക്കണം ജാനകി. താൻ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കണം. അതാണ് എന്റെ ആഗ്രഹം. താൻ ഈ അനന്തകൃഷ്ണന്റെ ഭാര്യ. അപ്പോ തനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ആവാം. താൻ ആദ്യം തന്റെ ഈ അപകർഷതാബോധമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടെ നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിക്കാൻ നോക്ക്. അനന്തുവേട്ടാ, ഞാൻ താനൊന്നും പറയണ്ട. ആനന്ദൻ പറയും, ജാനകി അനുസരിക്കും. അത് മതി. എന്താ, ഞാൻ പറഞ്ഞ താൻ അനുസരിക്കില്ലേ? അനന്തുവേട്ടൻ പറഞ്ഞ ഞാൻ എന്തും അനുസരിക്കും. അതിപ്പോ എന്റെ ജീവൻ കളയാൻ പറഞ്ഞാൽ പോലും. ഇപ്പൊ തൽക്കാലം താൻ തന്റെ ജീവനൊന്നും കളയാൻ നിൽക്കണ്ട. പകരം എനിക്കൊരു ഉറപ്പ് തന്നാ മതി. ജാനകി എനിക്ക് വാക്കുതാ, താൻ തന്റെ പഠനം കണ്ടിന്യൂ ചെയ്യുമെന്ന്. അതും എന്റെ കൈ തൊട്ട് തന്നെ പ്രോമിസ് ചെയ്യണം. അനന്തുവേട്ടാ, പ്ലീസ്. എന്താ ജാനകി, പ്രോമിസ് ചെയ്യില്ലേ? ഈ അനന്തുവേട്ടൻ പറഞ്ഞ ജാനകി അനുസരിക്കില്ലേ? എങ്കി വാ, വന്ന് കൈ തൊട്ട് പ്രോമിസ് ചെയ്യേ. പ്രോമിസ്. ഗുഡ് ഗേൾ. താനിനി എനിക്ക് തന്ന വാക്ക് തെറ്റിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ വാ, നിന്ന് സമയം കളയാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാം.